ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. നമ്മളെ കേരള PSC ലാബ് ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നമ്മുടെ എക്സാമിൻ്റെ ടൈം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതായത് നമുക്ക് സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി കൺഫർമേഷൻ വന്നിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സിലബസ് ഒന്നും കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. സോ നമ്മളിപ്പോൾ തന്നെ ചെറിയ ചെറിയ പോർഷൻസ് ഡെയിലി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷനൊക്കെ വരുന്ന സമയത്ത് ഒന്ന് റിവൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ MLT സിലബസ് എന്ന് പറയുന്ന അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ്. സോ അത് കംപ്ലീറ്റ് പ്രൊസീജിയറൊക്കെ പഠിച്ചു പോവുക എന്നുള്ളതല്ല ഒരു PSC എക്സാമിന്. നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾറെഡി PSCയിൽ ചോദിച്ചിട്ടുള്ള ഏരിയാസൊക്കെ കവർ ചെയ്തു പോവുക എന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബയോളജി ഏരിയയിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനുമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ഈസ് ഓപ്ഷൻ എ പാരസൈറ്റ് കോസിംഗ് ഡയറിയ, ഓപ്ഷൻ ബി ഫംഗസ് കോസിംഗ് മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ C ബാക്ടീരിയ ഷോയിങ് ക്യാപ്സ്യൂൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, ഏതാണ് കറക്റ്റ്? ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? ഫംഗസ് കോസിംഗ് മെനിഞ്ചൈറ്റിസ്. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. മെയിൻലി അത് കോസ് ചെയ്യുന്നത് എന്താണ്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. നമ്മൾ ഓൾറെഡി മൈക്കോളജി ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഈസ്റ്റാണ്. നമ്മൾ ഈസ്റ്റ് ലൈക്ക് മോൾഡ് എന്നൊക്കെ പറഞ്ഞ് ഫംഗസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈസ്റ്റാണ് ഇത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ നമ്മൾ അതിൻ്റെ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷനും കൂടി പറഞ്ഞിട്ടുണ്ടാവും. ഏതിലാണ് ഈ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് വരുന്നത്? യെസ്, ബെസിഡിയോമൈസെറ്റ്സിലാണ് നമ്മുടെ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് വരുന്നത്. ഇതൊരു ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഫംഗസ് ആണ്. ഇതിന് ക്യാപ്സ്യൂൾ ഉണ്ട്. സോ അതുകൊണ്ടായിരുന്നു നമ്മൾ ഇന്ത്യൻ ഇങ്ക് പോലെ അല്ലെങ്കിൽ നിഗ്രോസിൻ പോലെയുള്ള സ്റ്റെയിൻസ് നമ്മൾ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതിന് ക്യാപ്സ്യൂൾ ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഇത് മെയിൻലി കോസ് ചെയ്യുന്നത് എന്താണ്? മെനിഞ്ചൈറ്റിസ് ആണ്. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് മെയിൻലി കോസ് ചെയ്യുന്നത് മെനിഞ്ചൈറ്റിസ് ആണ്. സോ നമ്മളത് CSFലൊക്കെയാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ യെസ്, ബ്രെയിൻ്റെ ഉള്ളിലെ ഇൻഫെക്ഷൻസ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളതിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേർഡ് സീഡ് അഗാറാണ് യൂസ് ചെയ്യാറുള്ളത്. ബേർഡ് സീഡ് അഗാർ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ബേർഡ് സീഡ് അഗാറിൽ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ബ്രൗൺ കളർ കോളനിയാണ് തരുന്നത്. ഓക്കെ, ഇത് തന്നെ നമ്മൾ നൈഗർ സീഡ് അഗാർ എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് മീൻസ് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നോക്കാം. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ബാക്ടീരിയ ഷോയിങ് ക്യാപ്സ്യൂൾ, ക്യാപ്സ്യൂൾ ഷോ ചെയ്യുന്ന ബാക്ടീരിയാസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, സാൽമൊണല്ല, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻ, ക്ലബ്സിയല്ല ന്യൂമോണിയ, മെനിഞ്ചോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് അഗാലക്റ്റിയെ, ഈകോളെ, സ്യൂഡോമോണാസ് എയറോജിനോസ, ഇതെല്ലാം ക്യാപ്സ്യൂൾ പ്രസൻ്റ് ആയിരിക്കുന്ന ബാക്ടീരിയ ആണ്. അത് ക്രിപ്റ്റോയിലും ക്യാപ്സ്യൂൾ ഉണ്ട്, പക്ഷെ അത് ബാക്ടീരിയ അല്ല, എന്താണ്? ഫംഗസ് ആണ്. ബാക്ടീരിയ ഇപ്പോൾ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, സാൽമൊണല്ല, സ്ട്രെപ്പ് പയോജന്, ക്ലബ്സിയല്ല ന്യൂമോണിയ, മെനിഞ്ചോകോക്കസ്, സ്ട്രെപ്പ് അഗാലക്റ്റിയെ, ഈകോളെ, സ്യൂഡോമോണാസ്, ഇതെല്ലാം ക്യാപ്സ്യൂളുള്ള ബാക്ടീരിയ ആണ്. വേറൊരു ഓപ്ഷൻ ആയിരുന്നു ഡയറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ് ആണോ എന്നുള്ളത്. അല്ല, ഫംഗസ് ആണ് ക്രിപ്റ്റോ, പക്ഷേ ഡയറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ് ഏതൊക്കെയാണെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. യെസ്, നമ്മുടെ ജിയാർഡിയ ലാംലിയ, അതേപോലെ തന്നെ ക്രിപ്റ്റോസ്പൊറിഡിയം, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, ഐസോസ്പോറ ബെല്ലി, സൈക്ലോസ്പോറ സ്പീഷ്യസ്, ബ്ലാസ്റ്റോസിസ്റ്റിസ് ഹോമിനിസ്, മൈക്രോസ്പൊറിഡിയം, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഡയറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ്. സോ അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻസിലുള്ള എല്ലാത്തിനെ കുറിച്ചും പഠിച്ചു കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Yes, the peripheral smear of clinically suspected case of malaria shows intraerythrocytic multiple ring form and some of the ring show multiple nuclei also, which is the most probable species. Option A, Plasmodium vivax. Option B, Plasmodium falciparum. Option C, Plasmodium malariae. Option D, Plasmodium ovale. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പരം. ഒരൊറ്റ പോയിന്റ് നോക്കിയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും മൾട്ടിപ്പിൾ റിംഗ് ഫോംസ് എന്നുള്ളത്. അപ്പം നമ്മളുടെ ഈ 4 കേസിലും നമ്മൾ പിക്ചർ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ട്രോഫോസോയിറ്റ് നോക്കാം, എല്ലാത്തിൻ്റെയും പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തിൻ്റെയും ഒവയിലിൻ്റെയും മലേറിയൻ്റെയും വൈവാക്സിൻ്റെ ട്രോഫോസൈറ്റ് നോക്കൂ. പിക്ചർ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തലയിൽ നിൽക്കും, മറന്നു പോവില്ല. അപ്പോൾ അധികം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പിക്ചറും കൂടി വെച്ച് പഠിക്കുക. നിങ്ങൾക്ക് ചിലപ്പം എക്സാമിന് പിക്ചർ ചോദിക്കില്ല, അല്ലെങ്കിൽ ചില PSC എക്സാമിന് പോലും പിക്ചർ ഇപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. എന്നാലും നമ്മളെ മൈൻഡിൽ അത് കാണുമ്പം നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റും. സോ മൾട്ടിപ്പിൾ റിങ് ഇവിടെ നോക്കിക്കേ, ബാക്കി എല്ലാത്തിൻ്റെ ട്രോഫോസോയിറ്റിലും ഒറ്റ റിങ്ങേ ഉള്ളൂ. ഇവിടെ മൾട്ടിപ്പിൾ റിങ് കാണുന്നത് ഫാൽസിപ്പാരത്തിന് മാത്രമാണ്. അതേപോലെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്, ഇവിടെ മൈക്രോ ഗ്യാമേറ്റ് ഒക്കെ കണ്ടോ, ബാക്കി എല്ലാത്തിൻ്റെയും ഓവൽ ഷേപ്പ്ഡ് ആണ് വരുന്നത് അല്ലേ ഗ്യാമേറ്റ്. പക്ഷെ ഇവിടെ നോക്ക്, ഫാൽസിപ്പാരത്തിൻ്റെതാണ് ഈ ക്രസൻറ്റ് ഷേപ്പും ബീൻ ഷേപ്പും ഒക്കെ വരുന്നത് ഫാൽസിപ്പാരത്തിന്. അതും ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ റിംഗ് ഫോം ട്രോഫോസൈറ്റിൽ പ്രസൻ്റ് ആയിരിക്കുന്നതും ഗ്യാമോസൈറ്റോസൈറ്റ് ക്രസൻറ്റ് ഓർ ബീം ഷേപ്പ്ഡ് കാണുന്നതും ഫാൽസിപ്പാരത്തിൻ്റെ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് മലേറിയ കോസ് ചെയ്യുന്നതും ഫാൽസിപ്പാരാണ്. ഈ ബ്ലാക്ക് വാട്ടർ ഫീവർ കോസ് ചെയ്യുന്നതും ഫാൽസിപ്പാരാണ്. അതുപോലെ തന്നെ കുറച്ച് സിവിയർ ആയിട്ടുള്ള മലേറിയ എന്ന് പറയുന്നതും ഫാൽസിപ്പാരാണ്. അപ്പോൾ ഫാൽസിപ്പാരത്തിനെ കുറിച്ച് മറ്റേതെന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇത്രയും പോയിൻറ്റ്സുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ. സോ ഇനി ഓരോ ടൈപ്പ് മലേറിയയും നമ്മൾ ഓരോ കോസേറ്റീവ് ഏജൻറ്റും ഓരോ ടൈപ്പ് മലേറിയ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം കോസ് ചെയ്യുന്ന മലേറിയനെ നമ്മൾ മാലിഗ്നൻ്റ് ടേർഷ്യൻ മലേറിയ എന്നാണ് പറയാം. ഫാൽസിപ്പാരം കോസ് ചെയ്യുന്നത് മാലിഗ്നൻ്റ് ടേർഷ്യൻ മലേറിയയാണ്. വൈവാക്സ് ആണെങ്കിൽ ബിനൈൻ ടേർഷ്യൻ മലേറിയയാണ്. ഒവെയിൽ ആണെങ്കിൽ ഒവെയിൽ ടേർഷ്യൻ മലേറിയയാണ്. മലേറിയ ആണെങ്കിൽ കോർട്ടൻ മലേറിയയാണ്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. വൈവാക്സ് ബിനൈൻ ടേർഷ്യൻ മലേറിയ, ഫാൽസിപ്പാരം മാലിഗ്നൻ്റ് ടേർഷ്യൻ മലേറിയ, ഒവെയിൽ ടേർഷ്യൻ മലേറിയ, മലേറിയ കോർട്ടൻ മലേറിയ. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ഫീവർ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏത് ടൈമിലാണ് നമുക്ക് ഫീവർ വരുന്നതെന്നുള്ളത്. അതായത് ആ ബ്ലഡിൽ ട്രോഫോസോയിറ്റ് കാണുന്ന ആ ഒരു സമയത്ത് ഏത് പീരീഡ് ഓഫ് ടൈം ആണെന്നുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഇവിടെ നമുക്കൊരു 48 hour വരുന്നത്. പക്ഷേ മലേറിയൻ്റെ കേസിൽ മാത്രം എക്സെപ്ഷൻ പഠിച്ചത്, പ്ലാസ്മോഡിയം മലേറിയയിൽ എന്ത് മാത്രമുണ്ട് 72 hours വരുന്നത് എന്നുള്ള എക്സെപ്ഷൻ നോക്കി വെക്കുക. ബാക്കി എല്ലാത്തിലും 48 hours വരുന്നത്. ഓക്കെ, അപ്പോഴും എക്സെപ്ഷൻസ് പഠിച്ചു പോവുക. അതായിരിക്കും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് വരുന്നത്. ഇന്നതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതല്ലാത്തത് ഇതെന്ന് പറഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഫാൽസിപ്പാരത്തിൻ്റെ എക്സെപ്ഷൻ പറഞ്ഞില്ലേ, അതേപോലെ മലേറിയസിൻ്റെ കേസിൽ ഈ ഒരു ടൈം ഇൻ്റർവെൽ ഫീവറിൻ്റെ ടൈം ഇൻ്റർവെല്ലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ അത്രയാണ് നമ്മൾ ആ ഒരു ഏരിയ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഓർഗാനിസം വിച്ച് ഈസ് ഓക്സിഡേസ് ടെസ്റ്റ് നെഗറ്റീവ്. ഓപ്ഷൻ എ ക്ലോസ്ട്രീഡിയം ടെറ്റനി, ഓപ്ഷൻ ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസി, ഓപ്ഷൻ സി നെയ്സേറിയ മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ ഡി വിബ്രിയോ കോളറ. എന്താണ് കറക്റ്റ് ആൻസർ? യെസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി. എന്താ ചോദിച്ചവിടെ ക്വസ്റ്റ്യന്? ഓക്സിഡേസ് ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? ഓക്സിഡേസ് ടെസ്റ്റ് പോസിറ്റീവാണ്. ഇവർ മാത്രമല്ല, ഇവരെ കൂടാണ്ട് ആരൊക്കെയാണ് ഓക്സിഡേസ് ടെസ്റ്റ് പോസിറ്റീവ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ യെസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതാ നോക്കാം. ഓക്സിഡേസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് സ്യൂഡോമോണാസ്, നെയ്സേറിയ, വിബ്രിയോ, ക്യാമ്പൈലോബാക്ടർ, എയ്റോമോണാസ്, ആൽക്കലോജീൻസ്, ബ്രുസെല്ല, അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്യാത്ത കൂടി ഉണ്ട് കേട്ടോ, എക്കിനെല്ല, കിങ്ങല്ല, മൊറാക്സെല്ല.
ഇതെല്ലാം എന്താണ്? ഓക്സിഡേസ് ടെസ്റ്റ് പോസിറ്റീവ് ആണ് കേട്ടോ. എഴുതി വെച്ചോളൂ. സ്യൂഡോമോണാസ്, നെയ്സേരിയ, വിബ്രിയോ, ക്യാമ്പലോബാക്ടർ, എയറോമോണാസ്, ആൽക്കലോജീൻസ്, ബ്രുസെല്ല, കിങ്ങല്ല, പാസ്റ്ററല്ല, ലീജണല്ല, അതുപോലെ ഹെലിക്കോബാക്ടർ, ഇതെല്ലാം എന്താണ്? ഓക്സിഡേസ് ടെസ്റ്റ് പോസിറ്റീവായിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ബാക്കിയുള്ളത് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ്, പക്ഷേ നിങ്ങൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tintilization is a method of sterilization using option A alcohol, option B dry heat, option C radiation, option D steam. ഏതാണ് കറക്റ്റ് ആൻസർ? ടിൻറ്റിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റീം സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് അല്ലേ. നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റീമാണ്. ഓക്കെ, ടിൻറ്റിലൈസേഷനെ കുറിച്ച് വേറെ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? യെസ്, ടിൻറ്റിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ ആണ്. നമ്മൾ സ്റ്റീം വെച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷനാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? യെസ്, 100 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വെക്കുകയാണ്. 3 സക്സസീവ് ഡേയ്സ്, 3 സക്സസീവ് ഡേയ്സിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വെക്കുകയാണ്. ഇതേപോലെ 3 സക്സസീവ് ഡേയ്സ് ചെയ്യുന്ന വേറൊരു മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ, ഇൻസ്പിസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അല്ലേ. അത് നമ്മൾ LJ മീഡിയ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഇൻസ്പിസേഷൻ യൂസ് ചെയ്തത്. അവിടെ ടെമ്പറേച്ചർ ഇതിനേക്കാളും കുറവാണ്. ഇവിടെ അറ്റ് 100ലാണെങ്കിൽ അവിടെ ഒരു 75 to 80 അല്ലെങ്കിൽ 80 to 85 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻസ്പിസേഷൻ ചെയ്യുന്നത്. അതും എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ടിൻറ്റിലൈസേഷൻ ഇവിടെ ചോദിച്ചത് ഏത് മെത്തേഡാണെന്നെങ്കിൽ പലപ്പോഴും ചോദിക്കാറുള്ളത് ഇതിൻ്റെ ടെമ്പറേച്ചർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻസ്പിസേഷനും ടിൻറ്റിലൈസേഷനും മാറിപ്പോരുത്. നമ്മളിത് അധികവും ചെയ്യാറുള്ളത് എന്തിനാണ്? ഷുഗർ കണ്ടെയ്നിങ് മീഡിയാസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടിൻറ്റിലൈസേഷനൊക്കെ ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് പെർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഗൈഡ് ലൈൻ ദ ബ്ലഡ് ബാഗ് ആഫ്റ്റർ യൂസ് ഈസ് ടു ബി ഡിസ്കാർഡഡ് ഇൻ എ ബക്കറ്റ് വിത്ത് കളർ. ഓപ്ഷൻ എ ബ്ലൂ, ഓപ്ഷൻ ബി റെഡ്, ഓപ്ഷൻ സി വൈറ്റ്, ഓപ്ഷൻ ഡി യെല്ലോ. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, യെല്ലോ. ബ്ലഡ് ബാഗ് ഡിസ്കാർഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ബാഗിലാണ് എന്നാണ്, ഏത് കളർ കോഡുള്ള ബാഗിലാണ്? യെസ്, അത് യെല്ലോ കളർ കോഡുള്ള ബാഗിലാണ്. ഓക്കെ, നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രകാരം ഓരോ കളർ കോഡുള്ള ബാഗിലും എന്തൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ വേസ്റ്റ് ആണ് ഇടുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ യെല്ലോ കാറ്റഗറി ബിന്നിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിൻലി അറിയാം, നമ്മൾ പഠിച്ചു വെച്ചത് യെസ് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. ബ്ലഡ് പ്രൊഡക്റ്റൊക്കെയാണ് വരുന്നത്. അതായത് ഹ്യൂമൻ അനാറ്റമിക്കലും ആനിമൽ അനാറ്റമിക്കൽ വേസ്റ്റും അതുപോലെ സോയിൽഡ് വേസ്റ്റും എക്സ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്ത നമ്മൾ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം നമ്മൾ യെല്ലോയിൽ തന്നെയാണ് ഇടുന്നത്. ഇത് കൂടാണ്ട് നമ്മൾ കെമിക്കൽ വേസ്റ്റ്, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, അപ്പോൾ എക്സ്പയറി കഴിഞ്ഞതൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടൊക്കെ ഉള്ളത്, അതെല്ലാം നമ്മൾ ഏതിലാണ് ഇടാറുള്ളത്? കെമിക്കൽ ലിക്വിഡ് വേസ്റ്റൊക്കെ നമ്മൾ ഈ ഒരു യെല്ലോ ബാഗിലാണ് ഇടാറുള്ളത് കേട്ടോ. അതേപോലെ നമ്മളുടെ ഈ ലിനന് ബെഡിങ്സ് ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്യുകയാണ്, നമ്മൾ ബ്ലഡ് ബോഡി ഫ്ലൂയിഡൊക്കെ ആയിട്ട് കണ്ടാമിനേറ്റ് ചെയ്തതൊക്കെ ഇൻക്ലൂഡിങ് മാസ്കും ഗൗണൊക്കെ നമ്മൾ എന്തിലാണ് ഇടുക? യെല്ലോയിലാണ് ഇടേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മെയിൻലി ബ്ലഡ് പ്രൊട്ടക്റ്റ് ആയിട്ടൊക്കെ കണ്ടാമിനേറ്റ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ഏതിലാണ് ഇടുകയാണ്? യെല്ലോയിലേക്കാണ് ഇടുന്നത്. പ്ലാസൻഡ ചിലപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പം പറഞ്ഞ ബ്ലഡ് ബാഗ് അതെല്ലാം നമ്മൾ ഏതിലാണ് ഇടുന്നത്? യെല്ലോയിലേക്കാണ് ഇടുന്നത്. അതേപോലെ തന്നെ മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റ് ഇൻക്ലൂഡിങ് ബ്ലഡ് ബാഗ്, നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് ബ്ലഡ് ബാഗിൻ്റെ കാര്യം പറയുന്നത്, അതെല്ലാം നമ്മൾ യെല്ലോയിലേക്കാണ് ഇടുന്നത്. ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, അതുപോലെ തന്നെ സോയിൽഡ് വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ്, നമ്മളെ ലിനനും ബെഡിങ്സും മെട്രസസും ഒക്കെ ബ്ലഡ് ബോഡി പ്രൊഡക്റ്റുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ്ക്, ഗൗണ്, അതേപോലെ ബ്ലഡ് ബാഗ്, മൈക്രോബയോളജി, ബയോടെക്നോളജിക്കൽ വേസ്റ്റൊക്കെ യെല്ലോയിലേക്കാണ് ഇടേണ്ടത്. അപ്പം അടുത്ത് റെഡിൽ എന്തൊക്കെയാണ് ഇടുക? റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ് ഫോർ ആർ ഫോർ റീസൈക്ലബിൾ ആണ്. നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകളാണ്, നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇതിലിടേണ്ടത്.
റെഡിലിടേണ്ടത്. കണ്ടാമിനേറ്റഡ് റീസൈക്ലബിൾ പ്ലാസ്റ്റിക്. ഇപ്പോൾ നമ്മളെ ട്യൂബിങ്സ്, ബ്ലഡ് ട്യൂബിങ്സ് നമുക്കിടാം. IV ഉണ്ടാവില്ല, IV ഷാർപ്പ് എഡ്ജ് ഇല്ലാത്ത IV ട്യൂബുകൾ, കത്തീറ്റർ. ബ്ലഡ് ബാഗ് യെല്ലോയിലാണെങ്കിൽ യൂറിൻ ബാഗ് നമ്മളിടുന്നത് റെഡിലാണ്, അത് പഠിച്ചു വെക്കണേ. ബ്ലഡ് ബാഗ് മാത്രമാണ് യെല്ലോയിലിടുന്നത്, യൂറിൻ ബാഗ്. അതുപോലെ സിറിഞ്ച്, നീഡിലില്ലാണ്ട് സിറിഞ്ച് മാത്രം നമുക്ക് ഏതിലാണ് ഇടുക? റെഡ്. വാക്യൂട്ടൈനർ, ഗ്ലൗസ്, മറ്റേടത്തിൽ ഗൗണാണ്, ഇവിടെ ഗ്ലൗസ് റെഡിലാണ് ഇടേണ്ടത്. ഓർത്ത് വെക്കുക. റീസൈക്കിൾ ചെയ്യാൻ പറ്റും. റീസൈക്കിൾ ചെയ്ത് വീണ്ടും ആ സെയിം പർപ്പസിന് യൂസ് ചെയ്യാന്നല്ല, വേറെ എന്തിനെങ്കിലും ആവശ്യത്തിനായിരിക്കും അത് യൂസ് ചെയ്യുന്നത്, ഈ പ്ലാസ്റ്റിക്. അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഐറ്റം ആലോചിക്കുക. അപ്പം നമുക്കറിയാം IV, കത്തീറ്റർ, യൂറിൻ ബാഗ്, ഗ്ലൗസ്, വാക്യൂട്ടൈനർ ട്യൂബ്സ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ, ട്യൂബിങ്സ്, ബോട്ടിൽസ്, അങ്ങനെ ഉണ്ടാവുള്ളൂ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നമ്മൾ ഏതിലാണ് ഇടുക? റെഡ് ഫോർ റീസൈക്ലബിൾ പ്ലാസ്റ്റിക് എന്ന് ആലോചിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇനി വൈറ്റിൽ നമ്മളെപ്പോഴും വേസ്റ്റ് ഷാർപ്സ് ആണ്. അപ്പോൾ നമ്മൾ സിറിഞ്ച് ഇട്ടത് റെഡിലാണെങ്കിൽ അതിൻ്റെ എൻഡിലുള്ള നീഡിൽസ് ഉണ്ടാവില്ലേ? യെസ്, ആ നീഡിൽ ഫിക്സ്ഡ് നീഡിൽ സിറിഞ്ച്. ഇപ്പോൾ നീഡിലും സിറിഞ്ചും കൂടി ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മളത് റെഡിലല്ല ഇടേണ്ടത്. എവിടെ ആയിരിക്കും ഇടേണ്ടത്? നീഡിൽ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ വൈറ്റിലായിരിക്കും ഇടേണ്ടത്. എന്തെങ്കിലും സ്കാൽപ്പൽ, ബ്ലേഡ്, നൈഫ്, ബ്രോക്കൺ ആയിട്ടുള്ള ആംബ്യൂൾസ്, സ്ലൈഡ്, എന്ത് ഷാർപ്പ് ഒബ്ജക്റ്റ് നമുക്ക് അത് കുത്തിക്കഴിഞ്ഞാൽ മുറിവുണ്ടാക്കുന്ന അങ്ങനത്തെ ഷാർപ്പ് ഒബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഏതിലേക്കാണ് ഇടേണ്ടത്? വൈറ്റിലേക്കാണ്. എന്നാൽ നമ്മളുടെ ബ്രോക്കൺ ഗ്ലാസസ്, ഇതും നമ്മളുടെ നമുക്ക് പങ്ക്ചർ ചെയ്താൽ മുറിവുണ്ടാക്കുന്നതാണ് അല്ലേ. എന്നാൽ ബ്രോക്കൺ ഗ്ലാസസ്, B ഫോർ ബ്രോക്കൺ ഗ്ലാസസ് എന്ന് പഠിച്ചു വെക്കുക. അത് നമ്മൾ ഏതിലേക്കാണ് ഇടേണ്ടത്? ബ്ലൂയിലേക്കാണ്. ബ്രോക്കൺ ഗ്ലാസസ് ബ്ലൂയിലേക്കാണ്. ബാക്കിയുള്ള ഷാർപ്പ് ഒബ്ജക്റ്റുകളും നൈഫും ബ്ലേഡും ഒക്കെ ഏതിലാണ് ഇടേണ്ടത്? വൈറ്റിലാണ് ഇടേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹുക്ക് വേം എഗ്? ഓപ്ഷൻ എ നോൺ ബൈൽ സ്റ്റെയിൻ സെഗ്മെൻറ്റഡ് ഓവം, ഓപ്ഷൻ ബി നോൺ ബൈൽ സ്റ്റെയിൻ അൺസെഗ്മെൻറ്റഡ് ഓവം, ഓപ്ഷൻ സി ബൈൽ സ്റ്റെയിൻ മ്യൂക്കസ് പ്ലഗ് പോൾ ലാർവേ, ഓപ്ഷൻ ഡി ബൈൽ സ്റ്റെയിൻ 3 ലെയേർഡ് കോട്ട് സിംഗിൾ ഓവം. നമ്മളുടെ ഹുക്ക് വേം, അതായത് ആങ്കലോസ്റ്റോമ ഡിയോഡിനലാണ് നമ്മൾ ഹുക്ക് വേം എന്ന് പറയാറുള്ളത് അല്ലേ. അതിൻ്റെ എഗ്ഗ് എങ്ങനെയാണെന്നുള്ളതാണ്. എങ്ങനെയാണ്? ബൈൽ സ്റ്റെയിൻ സെഗ്മെൻറ്റഡ് ഓവ. നമ്മൾ അധിക ഹെൽമിന്തിസിൻ്റെയും അല്ലെങ്കിൽ നെമറ്റോഡിൻ്റെയൊക്കെ നമുക്ക് എഗ്ഗ് ഫോം വരുന്നത് എങ്ങനെയായിരിക്കും? ബൈൽസ്റ്റെയിൻഡ് ആയിട്ടായിരിക്കും. എന്നാൽ ബൈൽസ്റ്റെയിൻഡ് അല്ലാത്ത എഗ്ഗ് ഫോം വരുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. എന്നാൽ ബാക്കിയുള്ളത് ബൈൽസ്റ്റെയിൻഡ് ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ബൈൽസ്റ്റെയിൻഡ് അല്ലാത്ത നോൺ ബൈൽസ്റ്റെയിൻഡ് ആയിട്ടുള്ള എഗ്ഗ് ആർക്കൊക്കെയാണ് ഉള്ളത്? അതിനെ എളുപ്പം പഠിക്കാൻ hen എന്നുള്ള ഒരു ഷോർട്ട് ഫോം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. A ഫോർ ആങ്കലോസ്റ്റോമ ഡിയോഡിനൽ, നമ്മളിപ്പോൾ പറഞ്ഞ ഹുക്ക് വേം, ഓൾഡ് വേൾഡ് ഹുക്ക് വേം എന്നാണ് പറയപ്പെടുന്നത്. H ഫോർ ഹൈമനോലെപ്സിസ് നാന, അതിൻ്റെ എഗ് ഫോമും നമ്മൾ നോൺ ബൈൽസ്റ്റെയിൻഡ് ആണ്. E ഫോർ എൻഡ്രോബിയസ് വെർമിക്കുലാരിസ്. N ഫോർ നെക്ടർ അമേരിക്കൻസ് എന്നാൽ ന്യൂ വേൾഡ് ഹുക്ക് വേം. അപ്പോൾ hen എന്ന് പഠിച്ചു വെക്കുക എന്തിന്? നോൺ ബൈൽസ്റ്റെയിൻഡ് എഗ്ഗിന്. A ഫോർ ആങ്കലോസ്റ്റോമ ഡിയോഡിന, H ഫോർ ഹൈമനോലെപ്സിസ് നാന, E ഫോർ എൻഡ്രോബിയസ് വെർമിക്കുലാരിസ്, N ഫോർ നെക്ടർ അമേരിക്കൻസ്. സോ ഇതല്ലാത്ത ബാക്കി എല്ലാത്തിൻ്റെതും എന്തായിരിക്കും? ബൈൽസ്റ്റെയിൻഡ് ആയിരിക്കും. ഞാനിവിടെ കൊടുക്കാം. ആങ്കലോസ്റ്റോമൻ ഡിയൻറ്റിൻ്റെ എഗ്ഗാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ, ഹുക്ക് വേമിൻ്റെ. കാണാം, ബൈൽസ്റ്റെയിൻഡ് അല്ല, സെഗ്മെൻറ്റഡ് ഓവാണ്. അൺസെഗ്മെൻറ്റഡ് അല്ല. ആങ്കലോസ്റ്റോമ ഡിയോഡിനൻ്റെ അല്ലെങ്കിൽ ഹുക്ക് വേമിൻ്റെ എഗ്ഗിൽ ഓവം എങ്ങനെയാണ്? സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഓവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിക്ചർ എപ്പോഴും ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ മൈൻഡിൽ പിക്ചർ ഉണ്ടാവും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ട്രൂ ഫോർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്സ് ഫോർ സിഫിലിസ്? ഓപ്ഷൻ എ ആൻറ്റിജൻ ഈസ് യൂസ്ഡ് ഈസ് ട്രിപ്പണിമ പലീഡം, ഓപ്ഷൻ ബി ചാൻസ് ഫോർ ഫാൾസ് പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട്, ഓപ്ഷൻ സി patient remain test positive for life, option D highly specific test. Okay, correct answer chance to false positive test result. ഏതാണ് ഈ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ സിഫിലിസ് എന്ന് പറയുന്നത്?
യെസ്, നമ്മുടെ VDRL RPR ടെസ്റ്റ് ആണ് ഈ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ സിഫിലിസ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ടെസ്റ്റ് നമ്മൾ സ്പെസിഫിക് ടെസ്റ്റ് അല്ല, ട്രിപ്പണിമ പലയിടത്തിന് മാത്രമായിട്ടുള്ള ഒരു സ്പെസിഫിക് ടെസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത് ഫോൾസ് പോസിറ്റീവ്, വേറെ കണ്ടീഷൻസിലും ഈ പോസിറ്റീവ് തരാൻ ചാൻസ് ഉണ്ട്. സിഫിൽ അല്ലാത്ത കേസിലും ഇത് ഫോൾസ്ലി പോസിറ്റീവ് തരും. അപ്പോൾ ഏതാണ് സിഫിലിസിൻ്റെ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് ആദ്യം പഠിച്ചു വെക്കുക. VDRL RPR ടെസ്റ്റ് അതൊരിക്കലും നമ്മൾ ട്രിപ്പണിക്ക് ഉള്ള സ്പെസിഫിക് ടെസ്റ്റ് അല്ല, അതൊരു നോൺ സ്പെസിഫിക് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് അത് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് തരും. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഈ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ സിഫിലിസിനെ കുറിച്ചുള്ളതല്ല, കറക്റ്റല്ല, ഇൻകറക്റ്റാണ്. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് സിഫിലിസിനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യെസ്, സിഫിലിസിനുള്ള ടെസ്റ്റിനെ നമുക്ക് സ്പെസിഫിക് ടെസ്റ്റ് എന്നും നോൺ സ്പെസിഫിക് ടെസ്റ്റ് എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ നോൺ സ്പെസിഫിക് ടെസ്റ്റ്, അതായത് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതിനെ നമ്മൾ നോൺ സ്പെസിഫിക് ടെസ്റ്റ് എന്നോ നോൺ ട്രിപ്പണിമൽ ടെസ്റ്റ് എന്നോ ആണ് പറയുന്നത്. ഈ VDRL ടെസ്റ്റ്, RPR ടെസ്റ്റ്, ART ടെസ്റ്റ് ഒക്കെ എന്താണ്? നോൺ ട്രിപ്പണിമൽ ടെസ്റ്റാണ്, അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ടെസ്റ്റ്. സിഫിലിസിനെ ടെസ്റ്റ് ചെയ്യാനുള്ള നോൺ സ്പെസിഫിക് ടെസ്റ്റാണ് VDRL, വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി, അല്ലെങ്കിൽ RPR അടുത്ത ടെസ്റ്റാണ് കേട്ടോ, റാപ്പിഡ് പ്ലാസ്മ റിയേജൻ ടെസ്റ്റ്, അല്ലെങ്കിൽ ART ടെസ്റ്റ്, ഓട്ടോമേറ്റഡ് റിയേജൻ ടെസ്റ്റ്. ഇതെല്ലാം നോൺ സ്പെസിഫിക് ആണ്, നോൺ ട്രിപ്പണിമൽ ടെസ്റ്റാണ്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ട്രിപ്പണിമൽ ടെസ്റ്റ് ഏതൊക്കെയാണ്? യെസ്, ഒന്ന് ഫ്ലൂറസെൻ്റ് ട്രിപ്പണിമൽ ആൻറ്റിബോഡി ടെസ്റ്റ്, രണ്ടാമത്തേത് മൈക്രോ ഹീമഗ്ലൂട്ടിനേഷൻ ആൻറ്റിബോഡി ടെസ്റ്റ്, മൂന്നാമത്തേത് ഓട്ടോമേറ്റഡ് ട്രിപ്പണിമ പല്ലീഡം എൻസൈം ഇമ്മ്യൂണോഅസേ. ട്രിപ്പണിമ പല്ലീഡം ഹീമഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, അതുപോലെ മൈക്രോ ഹീമഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, ഫ്ലൂറസെൻ്റ് ട്രിപ്പണിമൽ ആൻറ്റിബോഡി ടെസ്റ്റ് ഒക്കെ എന്താണ്? സ്പെസിഫിക് ടെസ്റ്റാണ്. ഓക്കെ, അത് ഫോൾസ് പോസിറ്റീവ് തരില്ല. സിഫിലിസ് ഉണ്ടെങ്കിൽ മാത്രമേ പോസിറ്റീവ് തരുള്ളൂ. നോൺ സ്പെസിഫിക്കിനെ പോലെ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് സ്പെസിഫിക് ടെസ്റ്റുകൾ തരില്ല. അപ്പോൾ ഇത് സ്പെസിഫിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, നോൺ സ്പെസിഫിക് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ചിലപ്പം ചോദിക്കുക ട്രിപ്പണിമൽ ടെസ്റ്റ് ഏതൊക്കെയാണ്, നോൺ ട്രിപ്പണിമൽ ടെസ്റ്റ് ഏതൊക്കെയാണെന്നുള്ള രീതിയിലായിരിക്കും. രണ്ടും ഒന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബൈൽ എസ്കുലിൻ ടെസ്റ്റ് ഈസ് ടു ഓപ്ഷൻ എ അസസ് വാട്ടർ ക്വാളിറ്റി, ഓപ്ഷൻ ബി ക്ലാസിഫൈ വിബ്രിയോ കോളറെ, ഓപ്ഷൻ സി ഡയഗ്നോസ് എൻഡറോകോക്കെ, ഓപ്ഷൻ ഡി ഡയഗ്നോസ് ന്യൂമോകോക്കെ. ഏതാണ്? ബൈലെസ്കുലിൻ ടെസ്റ്റ്. മാറരുത്, ബൈലെസ്കുലിൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? എൻഡറോകോക്കേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. വേറെ നമ്മൾ ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കയിൽ എൻഡറോകോക്കയും നോൺ എൻഡറോകോക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ എൻഡറോകോക്കേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈലെസ്കുലിൻ ചെയ്യുന്നത്. അതേപോലെ എൻഡറോകോക്കിക്ക് ചെയ്യുന്ന വേറൊരു ഇതായിരുന്നു, നമ്മൾ 6.5% NaCl ഗ്രോ ചെയ്യുന്നതും ഏതാണ്? ഈ എൻഡറോകോക്കയാണ്. അപ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പ് ഡി എന്ത് ചെയ്യില്ല? ഈ 6.5% NaCl ഗ്രോ ചെയ്യില്ല. ബൈലെസ്കുലിൻ നെഗറ്റീവ്, ബൈലെസ്കുലിൻ പോസിറ്റീവ് ആവുള്ളത് ഈ എൻഡറോകോക്കയാണ് വരുന്നത്. സോ ബൈലെസ്കുലിൻ്റെ പിക്ചറും കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയായിരിക്കും പോസിറ്റീവ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു ബൈലെസ്കുലിൻ കൂടെ നമുക്ക് ന്യൂമോകോക്കിൻ്റെ ഡയഗ്നോസിസ്, സ്റ്റെപ്പ് ന്യൂമോകോക്കിൻ്റെ ഡയഗ്നോസിസും കൂടി ഇത് പറഞ്ഞുതരാം ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നതെന്ന്. ബൈലെസ്കുലിൻ ചെയ്യുന്നത് എൻഡറോകോക്കിക് ആണെങ്കിൽ ബൈൽ സൊലുബിലിറ്റി ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത് ന്യൂമോകോക്കിലാണ്. ബൈലെസ്കുലിൻ എൻഡറോകോക്കെ, ബൈൽ സൊലുബിലിറ്റി ന്യൂമോകോക്കെ. ബൈൽ സൊലുബിലിറ്റി മാത്രമല്ല, ഒപ്റ്റോച്ചിൻ സെൻസിറ്റിവിറ്റി, ക്വല്ലൻ റിയാക്ഷൻ, ഇനുലിൻ ഫെർമെൻറ്റേഷൻ ടെസ്റ്റൊക്കെ നമ്മൾ എന്തിന് ചെയ്യുന്നുണ്ട്? ന്യൂമോകോക്കിൻ്റെ ഡയഗ്നോസിസിന് ചെയ്യുന്നുണ്ട്. ബൈൽ സൊലുബിലിറ്റി, ഒപ്റ്റോച്ചിൻ സെൻസിറ്റിവിറ്റി, ഇനുലിൻ ഫെർമെൻറ്റേഷൻ ടെസ്റ്റ്, ക്വല്ലൻ റിയാക്ഷനൊക്കെ സ്റ്റെപ്പ് ന്യൂമോകോക്കിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, സോ അത് റിലേറ്റഡ് ആയിട്ട് ഇതും കൂടി കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ട്രാൻസ്പോർട്ട് മീഡിയം? ഓപ്ഷൻ എ വിയർ മീഡിയം, ഓപ്ഷൻ ബി ക്യാരി ബ്ലെയർ മീഡിയം, ഓപ്ഷൻ ഡി പൈക്സ് മീഡിയം, ഓപ്ഷൻ സി ഓപ്ഷൻസ് അങ്ങോട്ട് മാറിയതാണ്, ലോഫ്ലർ സെറം സ്ലോപ്പ് മീഡിയം. കറക്റ്റ് ആൻസർ ഏതാണ്? ട്രാൻസ്പോർട്ട് മീഡിയം അല്ലാത്തതാണ് ചോദിച്ചത്. ഇവിടെ കൊണ്ടുപോയി നേരെ ട്രാൻസ്പോർട്ട് മീഡിയത്തിൻ്റെ ഓപ്ഷൻ എടുക്കരുത്. യെസ്, ലോഫ്ലർ സെറം സ്ലോപ്പ്
ട്രാൻസ്പോർട്ട് മീഡിയം അല്ല. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കൊറോണി ബാക്ടീരിയം ഡിഫ്തീരിയയ്ക്ക് വേണ്ടിയിട്ടാണ് ലോഫ്ലേഴ്സ് സെറം സ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള VR മീഡിയം, കാരി ബ്ലെയർ മീഡിയം, പൈക്സ് മീഡിയം ഒക്കെ എന്താണ്? ട്രാൻസ്പോർട്ട് മീഡിയമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ട് മീഡിയം, അതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കാം. യെസ്, പൈക്സ് മീഡിയം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെപ്റ്റോകോക്കസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയമാണ് പൈക്സ് മീഡിയം, സ്ട്രെപ്റ്റോകോക്കസ്. കാരി ബ്ലെയർ മീഡിയം നമ്മുടെ എൻറ്ററിക് ബാക്ടീരിയത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി കാരി ബ്ലെയർ മീഡിയം യൂസ് ചെയ്യുന്നത്. സാൽമോണല്ല, അതുപോലെ വിബ്രിയോ ഒക്കെ എൻറ്ററിക് ആയിട്ടുള്ള ബാക്ടീരിയനെ നമ്മൾ കാരി ബ്ലെയർ മീഡിയത്തിൽ. അതുപോലെ സ്റ്റോട്ട് മീഡിയം, അതേപോലെ എമീസ് മീഡിയവും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നെയ്സീരിയയ്ക്ക് വേണ്ടിയിട്ടാണ് സ്റ്റോട്ട് മീഡിയം, എമീസ് മീഡിയം. ബഫേർഡ് ഗ്ലിസറോൾ സലൈന് യൂസ് ചെയ്യുന്നുണ്ട്. അത് എൻഡറിക് ബാക്ടീരിയക്കാണ്, പക്ഷേ എക്സെപ്റ്റ് കാമ്പാലോബാക്ടർ ആൻഡ് വിബ്രിയോ. ബഫേർഡ് ഗ്ലിസറോൾ സലൈനിൽ എൻറ്ററിക് ബാക്ടീരിയക്കാണ്, പക്ഷേ എക്സെപ്ഷൻ പഠിച്ചു വെക്കണം, കാമ്പാലോബാക്ടറും വിബ്രിയോ ആണ് എക്സെപ്ഷൻ വരുന്നത്. അതിനെ നമുക്ക് അതിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടറും VR മീഡിയവും മെയിൻലി നമ്മൾ എന്തിനാണ്? വിബ്രിയോ കോളറയ്ക്കാണ്. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടറും VR മീഡിയവും എന്തിനുള്ളതാണ്? വിബ്രിയോ കോളറയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പൈക്സ്, സ്ട്രെപ്റ്റോകോക്കസ്, കാരി ബ്ലെയർ മീഡിയം, എൻഡറിക് ബാക്ടീരിയ, സ്റ്റോട്ട് ആൻഡ് അമീസ് മീഡിയം, നെയ്സേരിയ, ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ, എൻഡറിക് ബാക്ടീരിയ, ബട്ട് എക്സെപ്ഷൻ ഓഫ് കാമ്പൈലോബാക്ടർ ആൻഡ് വിബ്രിയോ. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ, വിബ്രിയോ കോളറെ, VR മീഡിയം, വിബ്രിയോ കോളറെ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. MIC of a antibiotic can be tested by option A E-test method, option B Kirby-Boyer method, option C PCR method, option D slide culture method. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, E-test മെത്തേഡാണ് MIC അല്ലേ. ഈ കിർബി-ബോയർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ചെയ്യുന്നതാണ്. PCR ആണെങ്കിൽ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ആണ് വരുന്നത്. സ്ലൈഡ് കൾച്ചർ ചെയ്യുന്നത് നമ്മൾ ഫംഗസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താണ് നമുക്ക് MIC എന്നുള്ളത് നോക്കാം. MIC എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. അബ്സിലോമീറ്റർ ടെസ്റ്റ് എന്നാണ് പറയാറുള്ളത്. നമ്മൾ MIC എന്ന് പറഞ്ഞാൽ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ എന്നാണ്. നമ്മളൊരു ബാക്ടീരിയനെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാൻ എത്രത്തോളം ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് വേണം എന്നുള്ളതാണ് ഈ MIC എന്നുള്ള. എത്ര മിനിമം ഇത്ര ഉണ്ടെങ്കിലേ നമുക്ക് ആ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ പറ്റും. ആ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഈ അഗാർ ഡയലൂഷൻ ടെസ്റ്റ്, ബ്രോത്ത് ഡയലൂഷൻ ടെസ്റ്റ്, ഈ ടെസ്റ്റ് ഒക്കെ. കാരണം അവിടെ വേരിയിങ് കോൺസെൻട്രേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യും. ഒരേ ആൻറ്റിബയോട്ടിക്കിൻ്റെ വേരിയിങ് കോൺസെൻട്രേഷൻ യൂസ് ചെയ്തിട്ട് ഏത് കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ്, ഏത് മിനിമം കോൺസെൻട്രേഷനിലാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡയലൂഷൻ എന്തായാലും വേണം. അപ്പോൾ അഗാർ ഡയലൂഷന്, ബ്രോത്ത് ഡയലൂഷൻ, ഈ ടെസ്റ്റൊക്കെ ഈ MIC ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതാണ് MICയിൽ പറയാനുള്ളത്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ വേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.